ഇപ്പോൾ നമ്മൾ പഴയ ഒരുപാട് സ്കൂളുകളിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ മിക്കവാറും പേരൻസിൻ്റെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും ഒരു വലിയൊരു കൺസേണാണ് ഡോക്ടർ ഈ കുട്ടി അതിനെ ഒന്ന് നോക്കണം, അതിന് എല്ലാ ദിവസവും പനി ജലദോഷമാണ്, അത് കാരണം സ്കൂള് മുടങ്ങുന്നു എന്നുള്ളൊരു ഒരു ഇതാണ് പറയണത്. അപ്പം ഈ പനി ജലദോഷം അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കുട്ടികൾക്കുണ്ട്. അപ്പം ചിലരിങ്ങനെ പ്രശ്നങ്ങളായിട്ട് പറയും. ചില പേരൻസ് വന്നിട്ട് പറയുക അവൻ്റെ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്, എങ്ങനെ ഇമ്മ്യൂണിറ്റി കൂട്ടാം. ഇത് രണ്ടും സത്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സെയിമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നമ്മളിപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മൾ കുറേ ഭാഷകൾ കേട്ടു. അതായത് ഗട്ടിൻ്റെ കറക്ഷനാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നത്, അപ്പം ദഹനം നേരെയാക്കുന്ന ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടതെന്നൊക്കെ നമ്മൾ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ചേർത്ത് വായിക്കേണ്ടത്, ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റിയെ ഹനിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം എന്താ പറയുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. കാരണം പലരും വൈറ്റമിൻ സി കഴിച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂടുന്ന ആയുർവേദ മരുന്നുകൾ കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതോടൊപ്പം ആ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന കാര്യങ്ങളും കൂടെ കുറച്ചില്ല എങ്കിൽ, അത് ഒഴിവാക്കിയില്ല എങ്കിൽ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതാണ് ആദ്യം അറിയേണ്ടത്. ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ ആഹാരത്തിൽ 3 സാധനങ്ങൾ, അതായത് നമ്മുടെ ബോഡിയുടെ pH അസിഡിക് ആക്കുന്ന 3 സാധനങ്ങൾ. അതിലൊന്ന് ചുവന്ന മുളകാണ്, 2 എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, 3 പുളിപ്പുള്ള ആഹാരങ്ങൾ. കണ്ടമാനം പുളിപ്പുള്ള, നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹോട്ടലുകളിൽ കിട്ടുന്ന സാധനങ്ങൾ ഇത് 3 ചേർന്നതാണ്. നമ്മുടെ ട്രഡീഷണൽ ആഹാരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കഴിയുന്നത് ഈ ഒരു സാധനങ്ങൾ അധികം ഇല്ല. അപ്പം ഈ 3 സാധനങ്ങൾ ബോഡിയുടെ pH അസിഡിക് ആക്കുന്നത് കൊണ്ട് തന്നെ അത് കഴിയുന്നത്ര വീടുകളിൽ കുറയ്ക്കുക, ഒന്നാമത്. 2, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ പാല് പല കുട്ടികൾക്കും അലർജിക്കാണ്. അതായത് കേസിന് അലർജിക്കായിട്ടുള്ള കുട്ടികളാണ് മിക്കവാറും കുട്ടികൾ. 2, ഗോതമ്പ്. നമ്മൾ ഇപ്പം ആട്ടയാണ് അവൈലബിൾ ആയിട്ടുള്ള പ്യുവർ ഗോതമ്പ് നമുക്കിവിടെ ആരും അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് അറിവില്ല. ഈവൻ പ്യുവർ ഗോതമ്പാണെങ്കിൽ പോലും ഒരു ട്രയൽ എന്നുള്ള നിലയ്ക്ക് ഒരു 2 ആഴ്ച ഈ പാലും ഗോതമ്പും ഒന്ന് ഒഴിവാക്കി നോക്കുക. പല കുട്ടികൾക്കും രാവിലെ എഴുന്നേൽക്കുമ്പം തുമ്മലും ജലദോഷമൊക്കെ ഈ 5 ഐറ്റം കുറയ്ക്കുമ്പം തന്നെ മാറാറുണ്ട്. പിന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ബേക്കറി സാധനങ്ങൾ. അതിൽ ബേക്കറി എന്ന് കോമൺ ആയിട്ട് പറയുന്നതിന് പകരം മൈദ ചേർന്ന സാധനങ്ങൾ എന്നാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇങ്ങനെ മൈദ ചേർന്നത് കഴിയുന്നത് ഒഴിവാക്കുക. അങ്ങനെ ഈ ഒരു 6 ഐറ്റം കോമൺ ആയിട്ട് നിങ്ങളൊന്ന് ഒഴിവാക്കി നോക്കാമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ കുട്ടികളുടെ എന്താ പറയുക ഇമ്മ്യൂണിറ്റിയെ ഹനിക്കുന്ന സാധനങ്ങൾ നമ്മൾ മാറ്റിവെച്ചു. ഇനി അടുത്ത സൈഡാണ് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ആഹാരങ്ങൾ. നമുക്ക് ഏറ്റവും കൂടുതൽ വേവിച്ച സാധനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും അവൈലബിൾ ആയിട്ടുള്ള, അല്ലാതെ നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് അവിടെ നല്ലതാണെന്ന് കണ്ട സാധനം നമ്മളിവിടെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലത് ഫുഡ് ഡിസ്റ്റൻസ് എന്ന് പറയും, നമ്മുടെ ശരീരം അത് ഏറ്റെടുക്കണമെന്നില്ല. അപ്പം കഴിയുന്നത് നമ്മുടെ പരിസരത്തുള്ള ആഹാരങ്ങൾ പച്ചമുളക് ചേർത്തിട്ട് കഴിയുന്നതും പാകം ചെയ്യുക. നോൺ വെജ് കൊടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, പക്ഷെ അത് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ ദോഷമായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഔഷധങ്ങൾ നമുക്ക് ഗുണകരമാണോ, അത് പക്ഷേ നമുക്ക് ഒരു കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. അത് ഓരോ കുട്ടിക്കും ഓരോ തരത്തിലാണ് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഔഷധങ്ങൾ കൊടുക്കേണ്ടി വരിക. അതിൻ്റെ ഡോസേജ് പലതാണ്. അങ്ങനെ നമ്മളൊരു വൈദ്യനെയോ ഒരു ഡോക്ടറെയോ നമ്മൾ കണ്ട് നമ്മുടെ കുട്ടിക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തിന് എന്താണോ വേണ്ടത്, അതിൻ്റെ ഡോസ് കണക്കാക്കി എത്ര നാൾ കൊടുക്കണം എന്നുള്ളത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കൊടുക്കുക. നമ്മൾ യൂട്യൂബ് കണ്ടിട്ടൊരു മരുന്ന് കൊടുത്ത് ഓക്കെ ഗുണം കിട്ടിയാൽ നമുക്ക് ദോഷമൊന്നുമില്ല, പക്ഷെ ഒരു ദോഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കും? അല്ലെങ്കിൽ ഇത് കൊടുത്തു ഡോക്ടറെ, കൊടുത്തിട്ട് എൻ്റെ കുട്ടിക്ക് വയറുവേദന ഉണ്ടായി, നിങ്ങൾ ആരോട് പറയും? ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബ് വീഡിയോ പോലെ അതിൻ്റെ ഒരു ഇന്ന മരുന്ന് കഴിക്കൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഏത് മരുന്നിനായാലും അതിന് ഗുണമുണ്ടെങ്കിൽ ദോഷവും ഉണ്ട്, അല്ലാതെ ഒരു മരുന്നുമില്ല. അതിപ്പോൾ ആയുർവേദം ആയിക്കോട്ടെ, ഏത് സ്ട്രീം ആയിക്കോട്ടെ. അപ്പം അതിനൊരു ഉത്തരവാദി ഉണ്ടാവണം. നമ്മുടെ കുട്ടിക്ക് കൊടുക്കുന്ന മരുന്നിന് ആരാണ് ഉത്തരവാദി? ഗുണം ഉണ്ടായാലും ദോഷം ഉണ്ടായാലും. അപ്പോൾ കഴിയുന്നതും ഈ ഒരു 6 ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും ഇമ്മ്യൂൺ ബൂസ്റ്ററായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാണ്ട് സ്കൂളിൽ മുടക്കം വരാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും.